മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. നമ്മളിപ്പോഴത് പാങ്കോങ്ങിലാണ്. ഇന്നലെ രാത്രി കുറച്ച് ലേറ്റായിട്ടാണ് നമ്മളിവിടെ പാങ്കോങ്ങിൽ എത്തിയിട്ടോ. ഇന്നലെ രാത്രി ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി ഗൈസ്. ക്ലൈമറ്റ് മൈനസായിരുന്നു. അതിൻ്റെ കൂടെ വണ്ടി ഓടിച്ചിട്ട് വന്നത് ബ്രീത്തിങ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയി കുറച്ച് ബുദ്ധിമുട്ടി. അങ്ങനെ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ല, ഇപ്പോൾ കുഴപ്പമില്ല, ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പാങ്കോങ്ങിലാണുള്ളത്. ഞാൻ പാങ്കോങ്ങിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതാണ് പാങ്കോങ് ലേക്ക്. പാങ്കോങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന സാൾട്ട് വാട്ടർ ലേക്കാണ് കേട്ടോ. ഇത് ഏകദേശം 2 ഭാഗം കിടക്കുന്നത് ചൈനയിലാണ്, ഒരു ഭാഗം മാത്രമാണ് ഇന്ത്യയിൽ കേട്ടോ. നമ്മൾ ഇന്നലെ ഈ റോഡിൽ കൂടെയൊക്കെ വന്നത് രാത്രി. ഞങ്ങൾ ഇന്നലെ അവിടെ നിന്ന് ലേന്ന് ഇറങ്ങാൻ തന്നെ കുറച്ച് വൈകി. പിന്നെ ആഹാരമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുമ്പോഴേക്കും ലേറ്റായി. പിന്നെ ചങ്ങല പാസിൽ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരും. നിങ്ങളിതിന് മുമ്പുള്ള വ്ളോഗ് കണ്ടാൽ നിങ്ങൾ മനസ്സിലാവും. ലേറ്റായിട്ടായിരുന്നു ഇവിടെ എത്തിയത്. കയ്യൊക്കെ ഒരുമാതിരി ഫ്രീസാവുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ വെയിലത്ത് നിൽക്കുമ്പോൾ നല്ലൊരു സുഖമുണ്ട്. പക്ഷേ തണുപ്പുണ്ട്, ബട്ട് മാനേജബിൾ തണുപ്പാണ്. ഇനിയിപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഇന്നിവിടെ ഒരു ഷൂട്ടിംഗ് സ്പോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന സ്പോട്ടില്ലേ, അവിടേക്ക് പോകണമെന്നുണ്ട്. അവിടെ പോയി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് റിട്ടേൺ ലേയിലേക്ക് വിടും. അപ്പോൾ ഇന്ന് ഞങ്ങൾ സ്പ്ലിറ്റാവും. ഞങ്ങളൊരു 3 ദിവസം കൂടി ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഒരു കണ്ണൂരിലുള്ള ആളില്ലേ, ആള് കാരൂന്ന് ആൾ സ്പ്ലിറ്റാവും. ആൾ മണാലിക്ക് പോവും. ആൾ സൗദിയിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് വന്നാട്ടാ. സൗദിയിൽ നിന്ന് മുംബൈ വന്നിട്ട് മുംബൈയിൽ നിന്ന് നേരെ ലേ കാണാൻ വന്നിട്ട് ഇനി ലേയിൽ നിന്ന് റിട്ടേൺ മുംബൈ പോയി മുംബൈയിൽ നിന്ന് സൗദിക്ക് പോവും, നാട്ടിലേക്ക് പോവാതെ. അപ്പോൾ ഞങ്ങൾ കാരൂന്ന് ഞങ്ങൾ സ്പ്ലിറ്റാവും. ഞാൻ ലേയിലേക്ക് പോവും, ആൾ മണാലിക്ക് വിടും. അതാണ് ഇപ്പോൾ ഇതുവരെയുള്ള പ്ലാൻ കേട്ടോ. ഇനി നോക്കാം ഇന്നെന്താ സംഭവിക്കണമെന്നൊന്നും അറിയില്ല. അതുപോലെ തന്നെ ചുണ്ടൊക്കെ വൻ സീനായിരുന്നു ഇന്നലെ നൈറ്റ്. എന്തായാലും മുമ്പുള്ള വ്ളോഗ് ചെക്ക് ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് അറിയും ഇന്നലെ രാത്രിത്തെ അവസ്ഥ. കൈയൊക്കെ റോഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. റോഡ് ചെറുതായിട്ട് നമ്മളുടെ ചങ്ങലാപാസത്തിന് മുമ്പ് ചെറിയ പാച്ചസ് ഉണ്ടായിരുന്നു. ടാർ റോഡും മണ്ണിടിച്ചിലിൻ്റെ ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചങ്ങലാപാസിൻ്റെ ഇപ്പുറം ഒന്നും റോഡൊന്നും വലിയ ഇഷ്യൂ ഇല്ല. റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ബട്ട് അത്രയ്ക്ക് മോശം പറയാനൊന്നുമില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു 9-10 മണിക്ക് ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ പാങ്കോങ്ങിൽ ആ വ്യൂ കാണാൻ പോകണം. ഓക്കെ, നൈറ്റ് ഈ വണ്ടിക്കാരെല്ലാവരെയും നമ്മൾ പരിചയപ്പെട്ടു. ഇവരെയൊക്കെ ചങ്ങലാപാസിൽ നിന്ന് മീറ്റ് ചെയ്താട്ടോ. ആൾ മഹാരാഷ്ട്രയിൽ നിന്നാണ്. അതുപോലെ ആൾ വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്നാട്ടോ. അപ്പോൾ സോളോ റൈഡാണ് വെസ്റ്റ് ബംഗാളിൽ നിന്ന്. അപ്പോൾ ആളെയൊക്കെ ഇന്നലെ ഞങ്ങൾ ചങ്ങലാപാസിൽ ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ മീറ്റ് ചെയ്തതാണ്. ആൾ നമ്മളതിന് മുമ്പുള്ള വ്ളോഗിലൊക്കെ ഉണ്ട്, ആ തീ കഴിയുന്ന സംഭവത്തിലൊക്കെ ആൾ. അതിനുശേഷം ഇത് നമ്മുടെ വണ്ടി, റെഡ് വണ്ടി ഹിമാലയൻ. ഇത് നമ്മളെ കണ്ണൂരുള്ള ആളുടെ വണ്ടി. ഇതും ഒരു മഹാരാഷ്ട്ര വണ്ടിയാണ്, ബട്ട് ആൾ മലയാളിയാണ്, മഹാരാഷ്ട്രയിൽ നിന്ന് വരിക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വരികയായിരുന്നു. ഞങ്ങളിങ്ങനെ റൂം തപ്പി വരുമ്പോൾ അവർ ഞങ്ങളുടെ ഉണ്ടായിരുന്നു. അങ്ങനെ കണക്റ്റായി സംസാരിച്ച് പരിചയപ്പെട്ട് എല്ലാവരും ഉണ്ട്. ഇനി അവരുടെ പ്ലാൻ എന്താണെന്ന് അറിയില്ല. ഞങ്ങൾക്ക് ഇന്ന് ലേ റൂട്ടിലേക്കാണ് പോകേണ്ടത്. നമുക്ക് നോക്കാം അങ്ങനെ ആവുന്നത്. ഞാൻ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഒരാൾ സോളോ റൈഡ് എന്ന് പറഞ്ഞില്ല, അത് മൂപ്പരാട്ടോ. ഹലോ. और आंटी जी, yesterday dinner was so good. Thank you. बहुत अच्छा था खाना. Thank you so much. Thank you. Okay. ഇത് പിന്നെ നമ്മളുടെ കമ്പാനിയൻ. ഓക്കെ, നമുക്ക് ഷൂട്ടിംഗ് പോയിന്റ് ഉണ്ട്. അതായത് 3D സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത്. അവിടെ ഒന്ന് പോയിട്ട് നമ്മൾ ഇവിടെ നേരെ തിരിച്ച് നമ്മൾ ലേയിലേക്ക് പിടിക്കാനാണ് ഇപ്പോൾ പ്ലാൻ കേട്ടോ. So what is your today's plan? Our plan for today is the first we are going to the place for shooting shooting place, okay. 3 Idiot, and then we are moving for Hanle. Okay, nice. Hanle, and my plan is I'm planning to hide out in Turtuk. I the last I think maybe it will long, right? I think you have to come to Leh and then go to there, right? No. Then? There's another way. We can directly go like to the Durbuk or something. The Tangs River, yes. To Nubra Valley. Nubra Valley. Okay. After crossing Nubra Valley, the last Turtuk is the last village. That's the border of India and Pakistan. Good. Yeah, nice. Tang. It's a name called Tang. Turtuk. Yeah, Turtuk. But you saying the area was okay. The province is called. Yeah, just 3 days സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിൽ എത്തിയിട്ടതാ. ഈ ഭാഗത്തൊക്കെയാണ് സംഭവം.
3DS സിനിമ ഹിറ്റായതോടുകൂടി അതുപോലെയുള്ള ചെയർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുക കാര്യങ്ങൾ. പക്ഷേ ഇതിനൊക്കെ പേ ചെയ്യണം. അതേപോലെ സ്കൂട്ടർ, കുതിര സവാരി കാര്യങ്ങൾ കുറേ ഇവിടെ ഡെവലപ്പായി. ആദ്യം ആ ഒരു ഇരിക്കുന്ന ചെയർ, ഒരു സ്കൂട്ടർ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇഷ്ടം പോലെ സ്കൂട്ടർ ആ സൈഡൊക്കെ നിറയെ. ഏകദേശം ചെറിയൊരു പണി കിട്ടി. എന്താണെന്ന് വെച്ചാൽ ഞാൻ പാങ്കോങ്ങിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ ലാപ്ടോപ്പ് ഹാർഡ് ഡിസ്ക് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ ഗോപ്രോൻ്റെ മെമ്മറി കാർഡ് ഫുള്ളായി. അപ്പോൾ ഗോപ്രോ ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, വ്ളോഗ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മൊബൈലിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണേ. സെറ്റ് വ്യൂ കേട്ടോ. ഇനിയിപ്പോൾ സമയം ഏകദേശം 11:45. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് മെല്ലെ വിടാൻ പോവാ ലേരിക്ക്. ലേരി പോയിട്ട് വേണം എൻ്റെ ഗോപ്രോയിലുള്ള. എൻ്റെ ഗോപ്രോയിൽ 3 ദിവസത്തെ വ്ളോഗ് ഉണ്ട് ഗൈസ്. അത് ലാപ്ടോപ്പിലേക്ക് മാറ്റിയിട്ടില്ല. അതുകൊണ്ട് മെമ്മറി കാർഡ് ഫുള്ളായത്. ഇനി അത് ലാപ്ടോപ്പിലേക്ക് മാറ്റിയിട്ട് വേണം വേറെ വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫീലായി. അപ്പോൾ ഇനിയിപ്പോൾ നല്ല വിടാം. ഏകദേശം നമ്മൾ പാങ്കോങ് പോകുമ്പോൾ ചങ്ങല പാസ് കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്ത് നിർത്തി അതേ സ്പോട്ടിലപ്പോൾ ഞാൻ നിൽക്കണേ. കാരണം നമ്മുടെ കൂടെയുള്ള ആൾ ഇനി എത്തിയിട്ടില്ല. ആളുടെ വണ്ടി വലിക്കണില്ല. അതുകൊണ്ട് ഞാൻ ഹിമാലയനിലെ ഫുൾ ത്രോട്ടിൽ കൊടുത്ത് എന്നിട്ട് ഒരു 50 മേലെ വണ്ടി കയറണില്ല, വലിക്കണില്ല. ഓക്സിജൻ്റെ കുറവ് കാരണം. ഇപ്പോൾ ആൾ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ചങ്ങല പാസ് ആ റൂട്ടിലാട്ടോ, അവിടെയാണ് ഏകദേശം കയറി പോകണം. ചങ്ങല പാസ് ഏകദേശം ഒരു 10 കിലോമീറ്റർ താഴെ ഉണ്ടാവുള്ളൂ. ഇനി ആൾ വന്നിട്ട് ഒരുമിച്ച് കയറാമെന്ന് വിചാരിച്ച്. ഓക്സിജൻ നന്നായിട്ട് ഫീൽ ആകുന്നുണ്ട് ഇവിടെ. കാരണം നമ്മൾ ഓൾറെഡി വരുന്നത് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിന്നാണ്, പാങ്കോങ്ങിൽ നിന്ന്. അപ്പോൾ തലയ്ക്കുള്ളിലൊക്കെ ഒരു വ്യത്യാസം നന്നായിട്ട് അറിയുന്നുണ്ട്. ആളും കൂടെ വന്നിട്ട് ഒരുമിച്ച് കയറുന്നതായിരിക്കും ബെറ്റർ. ആളതാ വട്ട വരുന്നുണ്ട് ദൂരെ ആ കാറിൻ്റെ പുറകെ. ഇനി ആളും കൂടി വന്നിട്ട് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് ചങ്ങല പാസ് കടന്ന് അപ്പുറത്തേക്ക് ഇറങ്ങണം. ചെറുതായിട്ട് തീ കൂട്ടിയിട്ട് കൈയൊന്ന് ചൂടാക്കിയതാണ്. കാരണം മല കയറാൻ പോകുമ്പോൾ. അപ്പോൾ ഇവിടെ അവർ പറഞ്ഞ് ചൂട് അങ്ങനെ ഒരുപാട് ചൂടാക്കരുത്. കാരണം നമ്മളിനി ഐസിലേക്കാണ് കയറാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ഹേ ഗൈസ്, നമ്മൾ ഏകദേശം താഴെ എത്തി. ഭയങ്കര തണുപ്പുള്ള പ്ലേസും താഴെ എത്തിയിട്ടാ. നമ്മൾ റോഡ് കണ്ടോ, അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇതിലേ ചുറ്റി അങ്ങനെ ഈ റോട്ടിൽ കൂടെ താഴെ. നമ്മുടെ കൂടെ വരുന്ന ആൾ എനിക്ക് തോന്നുന്നു ഈ റൂട്ടിൽ എവിടെയോ ആണ് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അതോ അവിടെ ചെറുതായിട്ട് ബൈക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്യുക. ഞാൻ കുറച്ച് വേഗം വന്നു. എൻ്റെ കൈ ഭയങ്കരമായിട്ട് ഒരുമാതിരി കളർ ചേഞ്ച് ചെയ്യണ്ട. കൈൻ്റെ ഒരുമാതിരി ഓയിലി പോലെ